മോർണിംഗ് ആദ്യം കൊല്ലത്തേക്ക് തന്നെ പോകണമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. പലരും ദേശീയപാതയിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ തലനാരിഴയ്ക്കാണ് ഇന്നലെ വലിയ അപകടം ഉണ്ടാവാതെ ആളുകൾക്ക് പരിക്കേൽക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ അത് ഭയാനകമാണ്. കൊല്ലം കൊട്ടിയത്ത നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നതിൽ ഇന്നിപ്പോൾ അടിയന്തര യോഗമൊക്കെ ചേരുന്നുണ്ട്. ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുക. കലക്ട്രേറ്റിലാണ് ദേശീയപാത ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേരുന്നത്. സ്ഥലത്ത് ഡൽഹിയിൽ നിന്നുള്ള NHAIയുടെ വിദഗ്ധ സംഘം പരിശോധന നടത്തും. നിർമ്മാണത്തിലെ പിഴവും ദേശീയപാത അധികൃതരുടെ അനാസ്ഥയുമാണ് അപകടത്തിന് കാരണമെന്നാണ് ഉയരുന്ന പരാതി. എന്തായാലും വിശദാംശങ്ങൾക്കായി കൊല്ലത്തേക്ക് തന്നെ പോകാം. സ്ഥലത്ത് നിന്ന് ലിജോ റോളൻസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ലിജോ, കൊട്ടിയത്ത് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നത് നമ്മളൊക്കെ ഇന്നലെ ഒരു വളരെ ഭയത്തോടുകൂടെ നോക്കി കണ്ടതാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ തുടർ നടപടികൾ എന്തുണ്ടാകുമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗമുണ്ട്. NHAI അധികൃതർ സ്ഥലത്തെത്തുന്നുണ്ട്. എന്താണ് ഇപ്പോൾ തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്? ഇവിടെ തന്നെ ഒരു പുനർനിർമ്മാണം നടത്താനുള്ള ആലോചനകളിലേക്ക് കടക്കുന്നുണ്ടോ? എന്ത് സംഭവിക്കുന്നു? മാത്രമല്ല, അപകടശേഷം സ്വാഭാവികമായിട്ടും നേരത്തെ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നാട്ടുകാരൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അശാസ്ത്രീയമാണ് നിർമ്മാണം എന്ന് പറയുന്നു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ആരോപണങ്ങൾ കൂടി ഉയരുന്നുണ്ട് ഇപ്പോൾ. ജിൽസി, കൊല്ലം കൊട്ടിയം മൈലക്കാടാണ് ദേശീയപാത തകർന്നുകൊണ്ട് സർവീസ് റോഡ് ഉൾപ്പെടെ തകരുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഇനി ഏക പോംവഴി എന്ന് പറയുന്നത് ആ ഭാഗം അത്രയും പുനർനിർമ്മിക്കുക എന്നുള്ളതാണ്. അതിനുള്ള പ്രവർത്തികൾ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഈ നിർമ്മാണ കമ്പനി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 100 മീറ്ററോളം വരുന്ന നീളത്തിലുള്ള ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് അതിന്റെ അടിഭാഗത്തുള്ള ഓട ഉൾപ്പെടെ പുനർനിർമ്മിക്കേണ്ടതാണ് നിലവിലെ ഒരു അവസ്ഥ. കാരണം അത് ആ റോഡ് മുറിച്ചുകൊണ്ട് ഒരു ചെറിയൊരു അരുവി കടന്നു പോകുന്നുണ്ട്. അതിപ്പോൾ ആകെ ബ്ലോക്ക് ആയിരിക്കും. മണ്ണുൾപ്പെടെ വീണുകൊണ്ട് ആകെ ബ്ലോക്ക് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഓട ഉൾപ്പെടെ പുനർനിർമ്മിക്കേണ്ടതാണ് ഒരവസ്ഥ എന്ന് പറയുന്നത്. ആളുകൾ ഉന്നയിക്കുന്ന ഒരു പ്രധാന ആവശ്യം, ഇനി ഇത്തരത്തിലൊരു റോഡ് വേണ്ട. കാര്യം ഏകദേശം 30 അടി ഉയരത്തിലാണ് ഇവിടുത്തെ ഈ സ്ലാബുകളെല്ലാം മറ്റും സ്ഥാപിച്ചിരിക്കുന്നത്. അത് എന്ത് വിശ്വസിച്ചുകൊണ്ട് ഇവിടെ യാത്ര ചെയ്യുമെന്ന് പറയുകയും അത്തരത്തിലുള്ള കാര്യം തന്നെയാണ് ജനപ്രതിനിധികളും പറയുന്നത്. ഇന്ന് 10:30 ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലാണ് യോഗം ചേരുന്നത്. ആ യോഗത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ഒപ്പം തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. തങ്ങളുടെ ആശങ്കയെല്ലാം അക്കാര്യത്തിൽ കൃത്യമായി അറിയിക്കും. പക്ഷേ കഴിഞ്ഞ ദിവസം ദേശീയപാത അതോറിറ്റി അധികൃതർ, പ്രോജക്ട് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയപ്പോൾ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ആളുകൾ ഉന്നയിക്കുന്ന ഒരു ആവശ്യം, അതായത് കോൺക്രീറ്റിൽ നിർമ്മിക്കുന്ന എലിവേറ്റഡ് ഹൈവേ, ഒരു പാലം നിർമ്മിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല എന്ന് പറയുന്നതിന്റെ കാരണം വലിയ പണച്ചെലവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് പ്രായോഗികമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ എസ്റ്റിമേറ്റ് തുകയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇന്ന് എന്തായാലും കളക്ടറുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്കും അവരുടെ കാര്യങ്ങൾ ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കാരണം ജപ്പാൻ കുടിവെള്ള പദ്ധതി പൈപ്പ് പൊട്ടിയതാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ളൊരു കാര്യമാണ് ഈ നിർമ്മാണ കമ്പനി പറയുന്നത്. അത് എത്രത്തോളം വിശ്വസനീയമെന്നറിയില്ല. അക്കാര്യങ്ങളിലൊക്കെ പരിശോധന നടത്തും, കൃത്യമായ റിപ്പോർട്ട് നൽകും. എന്തായാലും ഇതിലൊരു പരിശോധന, അതായത് പൊതുമരാമത്ത് മന്ത്രി ഇപ്പോൾ അതിന്റെ ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. നിതിൻ ഗഡ്കരിക്ക് ഇത് സംബന്ധിച്ച് പരാതിയും കത്തുമൊക്കെ അയക്കുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ അന്വേഷണം, കൃത്യമായ സുരക്ഷാ ഓഡിറ്റ് നടത്തി ആളുകൾക്ക് ഭയമില്ലാതെ യാത്ര ചെയ്യാൻ ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത്. ജിൽസി, ലിജോ, നമുക്കിപ്പോൾ ഈ ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ഒരു ചതുപ്പ് നിലം അല്ലെങ്കിൽ ഒരു വയൽ പ്രദേശമാണ്. ഇരുവശത്തും അത്തരം ദൃശ്യങ്ങളാണ് കാണുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം സ്ഥലങ്ങളിൽ ദേശീയപാത നിർമ്മാണം നടക്കുമ്പോൾ കുറച്ചധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം, കുറച്ചധികം ശാസ്ത്രീയമായി തന്നെ അത് നിർമ്മിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു ചട്ടം. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഇപ്പോൾ പൈപ്പ് പൊട്ടിയതാണ്, ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടിയതാണെന്നൊക്കെ ഒരു വാദമായി പറയുന്നുണ്ടെങ്കിലും ആ പ്രദേശത്തിന്റെ പാരിസ്ഥിതിക സന്തുലനം കൂടി കണക്കിലെടുക്കാതെയാണ് ഈ നിർമ്മാണം നടത്തിയതെന്നുള്ള ആക്ഷേപത്തിൽ കഴമ്പുണ്ടോ? ജിൽസി, ഈ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊട്ടിയത്ത് നിന്ന് വരുന്ന സമയത്ത് ഇരുവശത്തും രണ്ട് ഉയർന്ന സ്ഥലങ്ങളും ഈ മൈലക്കാട് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു താഴ്ചയുള്ള ഒരു സ്ഥലമാണ്. ഒരു പോലെ കിടക്കുന്ന ഒരു സ്ഥലമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വളരെ, അതായത് നേരത്തെ പഴയ ദേശീയപാതയെ കൊണ്ടുവരുന്ന സമയത്ത് വളരെ മനോഹരമായ ആ ഒരു യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ ഈ പുതിയ ദേശീയപാത നിർമ്മാണം ആരംഭിച്ചതോടുകൂടെ അതിന്റെ ഒരു അലൈൻമെന്റിന്റെ മറ്റും ഭാഗമൊക്കെയായി അവിടെ അത്രയും മണ്ണിട്ട് നിറയ്ക്കുക, നമ്മളിപ്പോൾ കാണുന്നത് എന്ന് പറയുന്ന ആ ഒരു
മണ്ണ് നീക്കം ചെയ്യുന്ന ഭാഗമാണ്. ഇവിടെയായിരുന്നു കഴിഞ്ഞ ദിവസം ആ അപകടമൊക്കെ നടന്നത്. അപ്പോൾ ആ മണ്ണിട്ട് ആ ഭാഗം ഉയർത്തുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിൽ കൃത്യമായ പഠനം നടത്തിയോ, ആ മണ്ണിന്റെ ആ ഒരു സുരക്ഷ അല്ലെങ്കിൽ അതിന്റെ ഉറപ്പ് സംബന്ധിച്ച പരിശോധന നടത്തിയോ എന്നുള്ള കാര്യം സംശയമുണ്ട്. കാര്യം ഇരുവശങ്ങളിലും പല ഉള്ളതെന്ന് പറയുന്നത് ഈ ചതുപ്പ് പോലെ വയലൊക്കെ നിറഞ്ഞ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു നിർമ്മാണം നടത്തുന്ന സമയത്ത് പാലിക്കേണ്ടുന്ന ആ കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതിലെല്ലാം ഇനി ഒരു പരിശോധന നടത്തേണ്ട. നാട്ടുകാർ പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാര്യം 1977 കാലഘട്ടത്തിൽ ഇവിടെ ഈ ഭാഗത്ത് നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്തൊക്കെ മണ്ണൊക്കെ കൊണ്ടിട്ടത് അത് ഉയർത്തിയിരുന്നെങ്കിൽ പോലും അത് അടുത്തൊരു മഴ വന്ന സമയത്ത് പൂർണ്ണമായും ഒലിച്ചു പോകുന്നു. അപ്പോൾ അത്തരത്തിൽ ഉറച്ചിവിടെ നിൽക്കാത്ത ഒരു മേഖലയാണ്. അപ്പോൾ അവിടെ നിർമ്മാണം നടത്തുമ്പോൾ അതിന്റെ ഏതാണ് ഏത്തരത്തിലുള്ള നിർമ്മാണമാണ് ആ മേഖലയിൽ ഫീസിബിൾ ആവുക എന്നുള്ള ഒരു പഠനം കൂടി നടത്തിയിരുന്നെങ്കിൽ അത് തീർച്ചയായും പില്ലറുകളിലുള്ള ഒരു നിർമ്മാണത്തിലേക്ക് മാറുമായിരുന്നു. പക്ഷേ അതുണ്ടാകാത്തതാണ് ഈ ഒരു അപകടം അതായത് വിളിച്ചു വരുത്തിയ ഒരു അപകടം എന്ന് നമുക്ക് തന്നെ പറയാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. 7-8 മണ്ണുമാന്തി യന്ത്രങ്ങൾ മണിക്കൂറുകളായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ മണ്ണ് പൂർണ്ണമായി മാറ്റാൻ. ആ മണ്ണിൽ തന്നെ ഒരു കുഴപ്പമുണ്ട്. നമുക്കറിയാം ഈ അഷ്ടമുടി കായലിൽ നിന്നുമൊക്കെ ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന മണലാണ് പല ഭാഗത്തും വലിയ രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതും ഒരുപക്ഷെ മഴയൊക്കെ പെയ്ത് വെള്ളം താഴേക്ക് ഇറങ്ങിയപ്പോൾ അത് ഉറയ്ക്കുന്നതിന് വേണ്ടി സാധാരണയായി ഈ പശപ്പുള്ള മണ്ണ് ഉപയോഗിക്കണമെന്നുള്ളതാണ് ദേശീയപാത അതോറിറ്റി തന്നെ പറയുന്നത്. പക്ഷെ ഇത് സമാസമം മിക്സ് ചെയ്താണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ പോലും കൂടുതലായി കാണാൻ സാധിക്കുന്നത് ആ മണൽ തന്നെയാണ്. അതും ഈ ഒരു നിർമ്മാണത്തിന്റെ ഉറപ്പിനെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം പരിശോധന നടത്തും. ഇനിയിപ്പോൾ ആളുകളുടെ ആവശ്യം അതാണ്. തങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ എന്താണോ അതിനൊരു പോംവഴി ആ കാര്യം ഉറപ്പാക്കുക എന്നുള്ളൊരു ആവശ്യം പറയുന്നുണ്ട്. പ്രതിഷേധം മറ്റു കാര്യങ്ങളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൂടെ പരസ്യപ്രചരണമുള്ളൂ. അപ്പോൾ അത് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇതുവരെ മറ്റ് പാർട്ടിക്കാരോ ആരും കടന്നിട്ടുമില്ല. ജിൽസി, ലിജോ, ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും NHI അധികൃതരൊക്കെ വരുന്നുണ്ട്, സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ഇനിയുള്ള നിർമ്മാണം, അതായത് ഈ പുനർനിർമ്മാണം സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ അതിന്റെ ഒരു ശാസ്ത്രീയ വശങ്ങൾ കൂടെ പരിഗണിച്ചായിരിക്കണം എന്ന് തോന്നുന്നു. കാരണം അത്തരത്തിലുള്ള ഒരു നീക്കം NHIയുടെ ഭാഗത്തുണ്ടാകുമെന്ന് കൂടെ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിന് ശേഷമായിരിക്കുമോ തീരുമാനമെടുക്കുക? തീർച്ചയായും ജിൽസി, ഇന്നലെ തന്നെ ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോജക്ട് ഓഫീസറും പ്രോഗ്രാം ഓഫീസറും ഈ സ്ഥലത്തെത്തി സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യം നടന്നു. എന്തായാലും കരാർ കമ്പനിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഭാഗം അത്രയും പുനർനിർമ്മിക്കും എന്നുള്ളൊരു കാര്യമാണ്. അതായത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു പുനർനിർമ്മാണം തന്നെയായിരിക്കും നടത്തുക എന്നൊരു സൂചന തന്നെയാണ് ദേശീയപാത അതോറിറ്റി അധികൃതർ നൽകിയിരിക്കുന്നത്. കാരണം ഈ പല ഭാഗത്തും ഈ ഒരു 100 മീറ്ററിലേക്ക് മാത്രമായി ഈ തൂണുകളിൽ ഒരു നിർമ്മാണം ഇനി പ്രായോഗികമല്ല. അതിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. കാര്യം കുറെ ഭാഗത്ത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ വലിയ ഉയർച്ചയില്ലാത്ത ഭാഗങ്ങളുണ്ട്. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയുള്ള ഒരു പ്രശ്നം അതാണ്. അപ്പോൾ അക്കാര്യങ്ങളെല്ലാം ഇന്നെന്തായാലും ദേശീയപാത അതോറിറ്റി പറയുകയും ചെയ്യും. പക്ഷെ ജനപ്രതിനിധികൾ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവരാണ് ആളുകളെ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളുകളുടെ ആ ഒരു ആശങ്ക പൂർണ്ണമായിട്ടും അകറ്റുന്നതിന് വേണ്ടിയുള്ള അത്തരത്തിലുള്ള ഒരു കാര്യവുമായി തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളൊരു കാര്യം പറയുന്നു. ഈ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കുറച്ചുകൂടെ തീവ്രമായ ദൃശ്യങ്ങൾ കാണാം. മണൽ തന്നെയാണ് ഇതിന്റെ, അതായത് വശങ്ങളിൽ മണ്ണിട്ടതിന് ശേഷം മധ്യഭാഗമെല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നത് അഷ്ടമുടി കായലിൽ നിന്നും ഡ്രഡ്ജ് ചെയ്തെടുത്തിരിക്കുന്ന ആ മണൽ തന്നെയാണ് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അപ്പോൾ തൽക്കാലം ഈ ഒരു പൊളിഞ്ഞ ഭാഗം അത്രയും മാറ്റുക, അതിനുശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ ഭാഗത്തെ മണ്ണ് മാറ്റുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഈ നിർമ്മാണ കരാർ കമ്പനിയും ഒപ്പം തന്നെ ദേശീയപാത അതോറിറ്റി അധികൃതരുമൊക്കെ ഒരു തീരുമാനത്തിലെത്തി അത്തരത്തിലുള്ള നിർമ്മാണവുമായി തന്നെയാണ് പുനർനിർമ്മാണവുമായി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ശരി.